നമ്മളെല്ലാവരും ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കുന്നവരാണ്. സുന്നത്ത് നമസ്കാരങ്ങളിൽ വളരെ ശ്രേഷ്ഠമുള്ള, നമ്മൾ പലപ്പോഴും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു നിസ്കാരമാണ് അവ്വാബീൻ നിസ്കാരം. പല ആളുകളും ഒരുപക്ഷെ നിസ്കരിക്കുന്നുണ്ടാകും, ചില ആളുകൾ ആദ്യമായി കേൾക്കുന്നവരായിരിക്കും. അവ്വാബീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവ്വാബീൻ എന്ന ആ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ആ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? നമുക്ക് അവ്വാബീൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഉസ്താദേ, ഇതുപോലുള്ള ഈ നിസ്കാരങ്ങൾ നിസ്കരിച്ചാൽ ഞങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? ഒരുപാട് നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്ത് നേട്ടം കിട്ടും? ഈ അവ്വാബീൻ നിസ്കാരം ഒരു മനുഷ്യൻ നിത്യമായി കൊണ്ടുപോയാൽ അവനിക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതപ്പെടുത്തുന്ന വളരെയധികം ശ്രേഷ്ഠതയുള്ള 7 പ്രതിഫലങ്ങളുണ്ട്. പ്രത്യേകിച്ച് റമളാനിൽ നമുക്കിത് തുടങ്ങാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. അവ്വാബീൻ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 7 അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ. 50 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ലൈലത്തുൽ ഖദർ കിട്ടിയവന്റെ പ്രതിഫലം അള്ളാഹു നൽകും. 12 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആ മനുഷ്യന് കിട്ടുമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഖൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലായി മരിക്കുന്ന നല്ല ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. ആമീൻ. നമ്മളൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നവരാണ്, പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാട് നിർവഹിക്കുന്നവരാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും, നിങ്ങളെല്ലാവരും അൽഹംദുലില്ലാഹ് തറാവീഹ് നിസ്കരിക്കുന്നവരാണ്, വിത്ർ നിസ്കരിക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, ളുഹാ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ്, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുന്നവരാണ്. അതിൻ്റെ കൂടെ പല ആളുകളും ഒരുപക്ഷെ നിസ്കരിക്കുന്നുണ്ടാവാം. ഇനി ഇല്ല എങ്കിൽ ഈ നിസ്കാരം കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ വളരെ ഖൈറായിരിക്കും, റാഹത്തായിരിക്കും. ആ ഒരു സുന്നത്താക്കപ്പെട്ട വളരെ പ്രതിഫലങ്ങൾ ഏറെ നിറഞ്ഞ ഒരു നിസ്കാരത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ നിസ്കാരത്തിൻ്റെ പേര് തന്നെ അവ്വാബീൻ എന്നാണ്. ഈ പേര് കേൾക്കുമ്പോൾ പല ആളുകളും കരുതുന്നുണ്ടാകും, പറയുന്നുണ്ടാകും, ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾ നിസ്കരിക്കാറുള്ളതാണ്, ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ അവ്വാബീൻ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഒന്ന് കേൾക്കണ്ടേ ആദ്യം. അവ്വാബീൻ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 7 അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു അവ്വാബീൻ നിസ്കാരം. എന്താണ് ഈ അവ്വാബീൻ എന്ന വാക്കിൻ്റെ അർത്ഥം? അവ്വാബീൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മടങ്ങുന്നവർ എന്നാണ്. സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവരുടെ നിസ്കാരം. അതായത് ജനങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകൾ, അവരുടെ നിസ്കാരം, ഇതാണ് അവ്വാബീൻ എന്ന നിസ്കാരത്തിൻ്റെ ഉദ്ദേശം, ആ പേരിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് റമളാനിൽ നമുക്കിത് തുടങ്ങാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. ആദ്യം നമുക്ക് ഈ നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം. അതായത് സവാബുൽ അഅ്മാൽ എന്ന് പറയുന്ന ഒരു കിതാബിലാണ് ഈ ഹദീസ് വരുന്നത്. ഒരു മനുഷ്യൻ ഈ അവ്വാബീൻ നമസ്കാരം സ്ഥിരമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അതാണല്ലോ വേണ്ടത്, അതാണല്ലോ നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് റമളാനിൽ നമ്മൾ ഒരുപാട് ദ്വാരക്കുന്നു. ആദ്യം പറയുന്നത് അള്ളാഹു എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. കാരണം പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയത്തിന് നിദാനമാണ്. അപ്പോൾ ഒന്നാമതായി കിട്ടുന്ന പ്രതിഫലം പാപങ്ങൾ പുറത്തു കിട്ടും. മാത്രമല്ല നമുക്ക് ശുപാർശ ചെയ്യാൻ അല്ലാഹു തആല 2 മലക്കുകളെ ഏൽപ്പിക്കുമെന്നാണ്. നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ദുനിയാവിലും ആഖിറത്തിലും അതൊക്കെ നിർവഹിച്ച് കിട്ടാൻ 2 മലക്കുകൾ എപ്പോഴും നമ്മുടെ ബോഡി ഗാർഡായിട്ട് ഉണ്ടാകും. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ തട്ടിമാറ്റാൻ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഈ നമസ്കാരം എല്ലാ ദിവസവും മുടങ്ങാതെ നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്നത്. 2ാമത്തെ പ്രതിഫലം, ലോകത്ത് 3 പള്ളികൾക്കാണ് ശ്രേഷ്ഠതയുള്ളത്. 1ാമത്തെ പള്ളി മസ്ജിദുൽ ഹറമാണ്, മക്കയിലെ പള്ളിയാണ്. മക്കയിലെ പള്ളിക്കാണ് ഏറ്റവും വലിയ പ്രതിഫലം. ആ മക്കയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ ലക്ഷക്കണക്കിന് പ്രതിഫലമാണ്. 2ാമത്തെ സ്ഥാനം മസ്ജിദുൻ നബവി, മദീന പള്ളിയാണ്. മദീന പള്ളിയിൽ നമസ്കരിച്ചാൽ മക്ക പള്ളിയിൽ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലത്തിൻ്റെക്കാൾ കുറച്ച് കുറവ് ആ ഒരു പ്രതിഫലമാണ്.
മൂന്നാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സ, ഫലസ്തീനുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ്. ഈ 3 പള്ളികൾക്കാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. ബാക്കിയുള്ള എല്ലാ പള്ളികൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മറ്റ് നാടുകളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ എല്ലാ പള്ളികൾക്കും ഒരേ ശ്രേഷ്ഠതയാണ്. പിന്നെ ജുമാ നിസ്കരിക്കുന്ന ജുമാഅത്ത് പള്ളികൾക്ക് ഒരു ശ്രേഷ്ഠതയുണ്ട്. അതല്ലാത്ത ബാക്കി എല്ലാ പള്ളികൾക്കും എന്താണ്, ഒരേ ശ്രേഷ്ഠതയാണ്. അവിടെയൊക്കെ നിസ്കരിച്ചാൽ ആ ഒരേ ഒരു പ്രതിഫലമാണ്. എന്നാൽ ഈ 3 പള്ളികളിൽ നിസ്കരിച്ചാൽ വമ്പൻ പ്രതിഫലമാണ്. ഇതിൽ മൂന്നാമത് പറഞ്ഞ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിൽ ലൈലത്തുൽ ഖദർ കിട്ടിയവൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും. ആർക്ക്? ഈ അവ്വാബീൻ നിസ്കരിച്ചവർക്ക്. രണ്ടാമത്തെ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. മൂന്നാമത്തേത് 12 വർഷം, അതായത് ഈ അവ്വാബിൻ നമസ്കാരം 6 റക്അത്ത് ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ 12 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആ മനുഷ്യന് കിട്ടുമെന്ന് ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. 12 വർഷത്തെ പാപം. നാലാമത്തേതോ 50 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് മർവസിയുടെ മുഖ്തസർ എന്ന് പറയുന്ന കിതാബിൽ കാണാം. 50 വർഷത്തെ പാപങ്ങൾ. അതായത് നബിതങ്ങൾ പല സന്ദർഭങ്ങളിലും ഈ നമസ്കാരം നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പല പ്രതിഫലങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബിമാരതൊക്കെ കേട്ട് പിൻഗാമികളായി നമുക്ക് പറഞ്ഞു തരുകയാണ്. 5ാമത്തെ പ്രതിഫലം, അല്ലാഹു തആല അവനിക്ക് സ്വർഗ്ഗത്തിൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. ഈ ഓരോ ദിവസവും ഈ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അവർക്ക് വീടിങ്ങനെ പണിതുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നബിയെ, അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വീടുണ്ടാവില്ലേ? അതിനെന്താ ഉമറേ, സ്വർഗ്ഗത്തിൽ ഒരുപാട് തോട്ടങ്ങളും വീടുകളും ഉള്ള ആളുകൾക്കാണ് വലിയ സന്തോഷം കൂടുതലുണ്ടാവുക എന്നാണ്. അപ്പോൾ സ്വർഗ്ഗത്തിൽ കടക്കുക മാത്രമല്ല, ആ കടന്ന സ്വർഗ്ഗത്തിൽ എപ്പോഴും ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഈ അവ്വാബിൻ നിസ്കരിച്ച ആളുകൾ. 6ാമത്തേത്, സമുദ്രത്തിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അള്ളാഹുവിൻ്റെ കരുണ അവനിക്ക് ലഭിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ദുആരക്കുന്നത്. നമ്മൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. 7ാമത്തേത്, തുടരെ ജിഹാദ് ചെയ്ത പ്രതിഫലം. ഒരു ജിഹാദിന് പോയി തിരിച്ചു വന്നു, വീണ്ടും അടുത്ത ജിഹാദിനും, അങ്ങനെ തുടരെ ജിഹാദ് ചെയ്ത പ്രതിഫലവും ഈ നമസ്കാരം നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ആ പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു വരാം. ഈ നമസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ബൈനൽ മഗ്രിബി വൽ ഇശ, ഇശാഇൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലാണ് ഈ അവ്വാബീൻ എന്ന നിസ്കാരം നിസ്കരിക്കേണ്ടത്. അതായത് മഗ്രിബ് നമസ്കാരം ജമാഅത്തോടുകൂടിയോ അല്ലാതെയോ നിസ്കരിച്ചാൽ, നമ്മൾ നിസ്കരിക്കുന്നു, ജമാഅത്തോടുകൂടി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നു, മഗ്രിബിൻ്റെ ആ ഫർള് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത്, റവാത്തിബ് സുന്നത്തുണ്ടല്ലോ മഗ്രിബിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം, ആ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഔറാദുകൾ ഉണ്ടാകുമല്ലോ. മൻ ലൈസ ലഹു വിറുദുൻ ഫഹുവ കിറുദുൻ എന്നാണ് മഹാന്മാർ പറയുന്നത്. അതായത് ഒരു മനുഷ്യന് വിറുദ് ഇല്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ്. അതായത് വിറുദ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ചില അമലുകൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മഗ്രിബിന് ശേഷം യാസീൻ ഓതൽ ഒരു വിറുദാണ്. അല്ലെങ്കിൽ എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പതിവാക്കുക, അതുപോലെ അലം നശ്റഹ് സൂറത്ത് പതിവാക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിക്റുകൾ അറിയാം, ആ ദിക്റുകൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിറുദ് വേണം. വിറുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന, എല്ലാ ദിവസവും പറയുന്ന ചില കാര്യങ്ങൾ, ആ വിറുദ് ഉണ്ടാവൽ ഏറ്റവും ഖൈറാണ്. അങ്ങനെ ആ വിറുദ് പറയുക. അതായത് വിറുദുകൾ ചിലപ്പോൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ വാക്കിയ, അതുപോലുള്ള നമുക്ക് സ്ഥിരമായി നമ്മൾ ചെയ്തു വരുന്ന ആ ദിക്ർ ഔറാദുകൾ ഖുർആൻ പാരായണത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം. ആ നിസ്കാരത്തിൻ്റെ പേര് 20 റക്അത്താണ് അവ്വാബിൻ നമസ്കാരത്തിൻ്റെ ഏറ്റവും കൂടിയ റക്അത്ത്. ഏറ്റവും കൂടിയത് 20 റക്അത്താണ്. ഇനി 20 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് എത്രയാണ്? 2 റക്അത്താണ്. മീഡിയം ലെവലിൽ നിൽക്കുന്ന റക്അത്ത് 6ആണ്. ഒന്നുകിൽ 2, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 20, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാം. എത്രയാണോ റക്അത്ത്, ആ റക്അത്ത് നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമുക്ക് സാധിക്കുന്നത് 2 റക്അത്തായിരിക്കും. മതി, 2 റക്അത്ത് മതി. നമ്മൾ ഈ 2 റക്അത്ത് നിസ്കരിക്കുന്ന അവ്വാബിൻ നമസ്കാരം അത് സ്ഥിരമായിട്ട് കൊണ്ടുപോവുക. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലെന്ന് പറഞ്ഞാൽ കുറഞ്ഞ അമലാണ്, പക്ഷേ അത് എപ്പോഴും ചെയ്യുന്നു.
ഒരു ദിവസം കടന്നു വന്നിട്ട് 20 റക്അത്ത് അവ്വാബീൻ, അതുപോലെ തന്നെ 11 റക്അത്ത് വിത്ർ, അതെല്ലാം കൂടി നിസ്കരിച്ചു, പിന്നെ നിസ്കാരമില്ല, പിന്നെ അടുത്ത ദിവസം ഇല്ല. അങ്ങനെയല്ല. ഇപ്പോൾ 2 റക്അത്താണ് നമ്മൾ അവ്വാബിൻ നിസ്കരിക്കുന്നതെങ്കിൽ ആ 2 റക്അത്ത് മതി, അത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. 3 റക്അത്ത് വിത്ർ നിസ്കാരം അത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ 2 റക്അത്ത് അവ്വാബിൻ നമസ്കാരം. ഇനി നമുക്കതിൻ്റെ നിയ്യത്ത് എങ്ങനെയാണെന്ന് നോക്കാം. നിയ്യത്ത് ഇങ്ങനെയാണ്: 2 റക്അത്ത് അവ്വാബി നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. ജമാഅത്തൊന്നും സുന്നത്തില്ല, ജമാഅത്തോടുകൂടി നിസ്കരിക്കണമെന്നൊന്നുമില്ല, ഒറ്റക്ക് നിസ്കരിക്കലാണ് ഖൈർ, ഒറ്റക്ക് തന്നെ നിസ്കരിച്ചാൽ മതി. 2 റക്അത്ത് അവ്വാബി നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് വജ്ജഹ്തു ഓതുക, അഊദു ഓതുക, ബിസ്മി ഓതുക. അത് കഴിഞ്ഞ് നമുക്ക് അറിയാവുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കാഫിറൂൻ. ആ സൂറത്തുൽ കാഫിറൂൻ ഓതുക. അത് കഴിഞ്ഞ് റുകൂഅ്, ഇഅ്തിദാൽ, അതെല്ലാം കഴിഞ്ഞ് പിന്നെ 2ാമത്തെ റക്അത്ത് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അത് കഴിഞ്ഞ് പിന്നെ റുകൂഅ്, ഇഅ്തിദാലൊക്കെ കഴിഞ്ഞ് അത്തഹിയാത്തിൽ വന്നിരുന്നു, അത്തഹിയാത്തൊക്കെ പൂർണ്ണമായും ഓതുക, സലാം വീട്ടുക. ബസ്. ഇതാണ് കുറഞ്ഞ രൂപത്തിലുള്ള നിസ്കാരം. ഇനി മഹാന്മാർ പറയുന്നു, ഈ അവ്വാബി നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന രൂപം എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കാരം. 2 റക്അത്താണ് നിസ്കരിക്കുന്നത്. ആ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 1ാമത്തെ റക്അത്തിൽ നിയ്യത്ത് വെച്ച് കൈകെട്ടുക, അല്ലാഹു അക്ബർ, നിയ്യത്ത് വെച്ച് കൈകെട്ടുകയാണ്. കൈകെട്ടിയതിന് ശേഷം നമ്മൾ സാധാരണ ഫാത്തിഹ ഒരു പ്രാവശ്യമല്ലേ ഓതാറ്, ഒരു പ്രാവശ്യമല്ല 6 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഫാത്തിഹ 6 പ്രാവശ്യം. അത് കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 6 പ്രാവശ്യം. സൂറത്തുൽ ഫലക്ക് 1 പ്രാവശ്യം, സൂറത്തുൻ നാസ് 1 പ്രാവശ്യം. ഇത് ഒരു റക്അത്തിൽ. അത് കഴിഞ്ഞ് റുകൂഅ്, ഇഅ്തിദാൽ, 1ാമത്തെ സുജൂദ്, പിന്നെ 2ാമത്തെ സുജൂദ് ഒക്കെ കഴിഞ്ഞ് അല്ലാഹു അക്ബർ 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഫാത്തിഹ 6 പ്രാവശ്യം. അത് കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് 6 പ്രാവശ്യം. അതുപോലെ സൂറത്തുൽ ഫലക്ക് 1 പ്രാവശ്യം, സൂറത്തുൻ നാസ് 1 പ്രാവശ്യം, പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, പിന്നെ 1ാമത്തെ സുജൂദ്, 2ാമത്തെ സുജൂദ്, അത്തഹിയാത്ത് ഓതി സലാം വീട്ടുക. ഇതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള വലിയ ശ്രേഷ്ഠത കിട്ടുന്ന രൂപം. ആദ്യം പറഞ്ഞ രൂപത്തിൽ നമുക്കിൻ്റെ ടൈമൊന്നും ഇല്ല എങ്കിൽ പെട്ടെന്ന് പോകണം, ട്രെയിൻ വരും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്, കുറച്ച് തിരക്കുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം പറഞ്ഞ രൂപത്തിൽ സൂറത്തുൽ കാഫിറൂനും ഇഖ്ലാസും ഓതിയായാലും നിസ്കരിച്ചാലും ആ കൂലി കിട്ടുന്നതാണ്. പക്ഷേ യഥാർത്ഥ കൂലി, വണ്ണമുള്ള കൂലി കിട്ടണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ രൂപം 6 പ്രാവശ്യം ഫാത്തിഹ, 6 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 1 പ്രാവശ്യം സൂറത്തുൻ നാസ്, ഇത് ഓതി നിസ്കരിക്കുക. അപ്പോൾ ഇത് കൂടിയ എണ്ണം നമ്മൾ പറഞ്ഞു, മധ്യമായ എണ്ണം പറഞ്ഞു, ഏറ്റവും കുറഞ്ഞതാണ് 2 റക്അത്ത്. 2 റക്അത്ത് ആണെങ്കിലും കുഴപ്പമില്ല, അത് സ്ഥിരമായിട്ട് നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ്. ഇതിന് ശേഷം ഈ നമസ്കാരത്തിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് ദുആയൊന്നുമില്ല, പിന്നെ അറിയാവുന്ന ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പിന്നെ മലയാളത്തിൽ അങ്ങോട്ട് ദുആ ഇരുന്നോ. നമുക്ക് എത്രയോ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാം മാറണേ, മാറ്റിത്തരണേ എന്നുള്ള നിലയിൽ നമ്മൾ ദുആ അരക്കുക. ഇതാണ് അവ്വാബിൻ നമസ്കാരം. ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ ഇത് ആണുങ്ങൾക്ക് മാത്രമാണോ, പെണ്ണുങ്ങൾക്കുണ്ടോ? ഈ നമസ്കാരങ്ങളെല്ലാം തറാവീഹ് ആവട്ടെ, വിത്ർ ആവട്ടെ, അവ്വാബിനാവട്ടെ, എല്ലാവർക്കും ഉള്ളതാണ്. ഈ തറാവീഹിനെ പറ്റി പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിക്കാണും. അതൊക്കെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട നിസ്കാരം, ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിൽ ആ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി അവിടെ ഇരിക്കുക, ഞങ്ങൾക്ക് തറാവീഹ് ഇല്ല, അങ്ങനെയല്ല. എല്ലാവർക്കും ഈ അവ്വാബി നമസ്കാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നിസ്കരിച്ചാൽ വലിയ പ്രതിഫലം കിട്ടുന്ന നിസ്കാരമാണ്. പ്രത്യേകിച്ച് റമദാനിൽ നമുക്കിത് തുടങ്ങാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. ഈ നമസ്കാരം എല്ലാവരും നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുകയും ഇതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നമുക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ വലിയ ഖൈർ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ, അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു അനുകൂലമാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. അല്ലാഹു തആല മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതുപോലെ തന്നെ വീടില്ലാത്തവർ, അല്ലാഹു എല്ലാവർക്കും സമാധാനവും എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കൾ പരീക്ഷ എഴുതി വിജയം കാത്തിരിക്കുന്നവരുണ്ട്, അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു എല്ലാവിധ ഖൈറുകളും നമുക്ക് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റി നൽകട്ടെ.
നൽകുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരല്ലേ? ജമാഅത്തായി നിസ്കരിക്കുന്നവർ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ, അതുപോലെ വീട്ടിലും പള്ളിയിലൊക്കെ നിസ്കരിക്കുന്നവർ. നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ നിസ്കാരത്തിൽ പല തെറ്റുകളും സംഭവിക്കാം, ചില മറവികൾ സംഭവിക്കാം, അബദ്ധങ്ങൾ സംഭവിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് അതിന് പരിഹാരം? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സഹുവിൻ്റെ സുജൂദ് എന്ന്. എന്താണ് സഹുവിൻ്റെ സുജൂദ്? എങ്ങനെയാണത് ചെയ്യേണ്ടത്? നമുക്ക് നിസ്കാരത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ, മറവികൾ അതേതൊക്കെയാണ്, അതിൻ്റെ പരിഹാരം ഏതൊക്കെയാണെന്ന് വിശദമായി ചർച്ച ചെയ്ത ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിസ്കാരത്തിൽ നമുക്ക് പറ്റുന്ന തെറ്റുകൾ ഏതൊക്കെ, നിസ്കാരത്തിൽ നമുക്ക് വരുന്ന മറവികൾ, ആ മറവികൾക്കുള്ള പരിഹാരം എന്തൊക്കെ എന്ന് വിശദമായി ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.